ഹലോ, അസ്സലാമലൈക്കും ഗെയ്സ്. എന്തുണ്ട് വിശേഷങ്ങൾ? ഓണമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്കും ഓണവും നബിദിനവും എല്ലാം കഴിഞ്ഞ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് ദിവസം കൊണ്ട് ലോങ് വീഡിയോ ഞാൻ ഇടുന്നില്ല, വീഡിയോ എടുക്കാനായിട്ടുള്ള സമയവും കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ തന്നെ ഇഡ്ഡലിയും നല്ല ചൂട് സാമ്പാറുമാണ് ഇന്ന് എൻ്റെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പച്ചക്കറിത്തോട്ടം അവിടെ നമ്മൾ ഫ്രിഡ്ജിൽ പച്ചക്കറി വളർത്തിയിട്ടിട്ടുണ്ട്. പച്ചക്കറി സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് എല്ലാം കഷ്ണങ്ങളാക്കി ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇഡ്ഡലിയെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പാർ കഷ്ണത്തിൽ തോരൻപരിപ്പും ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനിടയിൽ ഞാൻ ചായ കുടിച്ചിട്ട് വരട്ടെ. അപ്പോൾ അത് ചായക്ക് എല്ലാം വെച്ച് ചായ കുടിക്കുന്നതിനിടയിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോയും എടുക്കുന്നത്. അപ്പോൾ സാമ്പാറിന് കടുക് വറുത്തിടാനുള്ള തക്കാളി, ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു കഷ്ണം കായവും ഇടുന്നുണ്ട്. അപ്പം അത് നല്ലപോലെ കിടന്ന് സാമ്പാർ കഷ്ണം വേഗപ്പം ഇതും ഇവിടെ മൂത്ത് വരും. അപ്പം പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും. അത് മോന് പോകാനുള്ളതാണ്. അപ്പോൾ കായവിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ ഇഡ്ഡലി ഓരോ തട്ടുകളായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി 11:15 ആവും ഞാൻ അരിയാറ്റി വെച്ചപ്പോൾ. അപ്പോൾ അതിനിടയിൽ ഞാൻ ചായയും കൂടെ ഒന്ന് കുടിച്ചോട്ടെ, എന്നാലേ എനിക്കൊരു എനർജി വരത്തുള്ളൂ രാവിലെ ജോലി ചെയ്യാനുള്ള. അപ്പം കഷ്ണങ്ങളെല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സാമ്പാർ പൊടി ചേർത്ത് അപ്പോൾ ഇതിൻ്റെ കൂടെ സാമ്പാർ പൊടി ചേർക്കുന്നതിൽ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഉലുവ വറുത്ത് വെച്ചത് അത് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് സാമ്പാറെന്ന് പറയുമ്പോൾ ഒരുപാട് എരിയൊന്നും വാരി ഇടണ്ടല്ലോ, സാമ്പാർ പൊടി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ആക്കി ഞാൻ സാമ്പാർ വയ്ക്കും. സാമ്പാർ പൊടി ഇല്ലെങ്കിൽ അപ്പോൾ ഞാൻ കടുക് വറുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ തക്കാളി 2 ഞാൻ മുഴുവനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതെല്ലാം അതിൽ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ പൊടി കുറവ് വന്നുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല അടിപൊളി ടേസ്റ്റി നല്ല മണം വരുന്ന സാമ്പാർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഇനി കഴിക്കാനായിട്ട് ഞാൻ നോക്കാം സാമ്പാറിൻ്റെ ടേസ്റ്റ്, സാമ്പാർ എങ്ങനെയുണ്ടെന്നുള്ളത് മണം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, രുചിയും കൂടെ ഉണ്ടാകുന്ന നോക്കണം. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചിട്ട് ഇപ്പം തന്നെ അതിൻ്റെ വിവരം ഞാൻ പറയാം. അപ്പം കുടിക്കാനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട്, തൊടാൻ പറ്റുന്നില്ല, നല്ല ചൂട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയാനില്ല. ഇത്രയും നാൾ വെച്ച് ഏറ്റവും നല്ല സാമ്പാർ ഇതാണെന്ന് തോന്നുന്നു. ആ കണക്കിന് രുചിയായിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നാളത്തെ വീഡിയോ കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.